നമസ്കാരം. സംസ്ഥാന സർക്കാർ ഗവർണർ പോര് അവസാനിച്ചിട്ടില്ല. അതിന്റെ നേർക്കാഴ്ചയായിരുന്നു ഇന്ന് നിയമസഭയിൽ കണ്ടത്. കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് തുടക്കം കുറിക്കാൻ ഗവർണർ നയപ്രഖ്യാപനം നടത്തി. ഇത് ഭരണഘടനാപരമായ ഒന്ന് തന്നെയാണ്. എന്നാൽ അതിശയം എന്തെന്നാൽ 63ഓളം പേജുള്ള സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം വായിച്ചു തീർത്തത് വെറും 60 സെക്കൻഡിനുള്ളിൽ. കൃത്യമായി പറഞ്ഞാൽ 1 മിനിറ്റിനുള്ളിൽ അദ്ദേഹം 63ഓളം പേജ് വരുന്ന നയപ്രഖ്യാപനം വായിച്ചു തീർത്തു. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ചായിരുന്നു ഗവർണറുടെ അസാധാരണ നീക്കം. ആമുഖമായി ഒരു വാക്കും അവസാനമായി ഒരു പാരഗ്രാഫും മാത്രമാണ് നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി നിയമസഭയിൽ ഗവർണർ വായിച്ചത്. രാജ്യത്തെ സഹകരണ ഫെഡറലിസവും മതേതരത്വവും നിലനിർത്തി രാജ്യത്തെ വെല്ലുവിളികളിൽ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയണമെന്ന ഭാഗമാണ് ഗവർണർ അവസാനമായി വായിച്ചത്. കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ വിശദമായ നയപ്രഖ്യാപനം മുഴുവനായി വായിക്കാൻ ഗവർണർ തയ്യാറാകാതിരുന്നതിൽ നിന്ന് തന്നെ സർക്കാരും ഗവർണറും തമ്മിലുള്ള സ്വരച്ചേർച്ച തുടരുന്നു എന്നത് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം യാതൊരു ചോദ്യവും സംശയവുമില്ലാതെ നയപ്രഖ്യാപനം വായിക്കാൻ താൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഗവർണർ നയപ്രഖ്യാപനത്തിന് അംഗീകാരം നൽകുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അവസാനമായോ എന്നൊരു സംശയം പലരിലും ഉടലെടുത്തിരുന്നു. എന്നാൽ ഗവർണർക്ക് സർക്കാരിനോടുള്ള വിയോജിപ്പിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഇന്ന് നടന്ന നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ നാം കണ്ടത്. എന്റെ സർക്കാർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നയപ്രഖ്യാപനത്തിന്റെ ആമുഖം പോലും വായിക്കാൻ തയ്യാറാകാതെ ഗവർണർ നയപ്രഖ്യാപനം നടത്തി എന്നൊരു ആരോപണമാണ് ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്. ഈ സമയം സ്പീക്കർ AN ഷംസീർ ഒരു നിമിഷം തന്റെ പാർട്ടിയിലെ ചില സഭാംഗങ്ങളെ നോക്കി ഒരു ചെറു ചിരി ചിരിച്ചു. ഇത് തങ്ങൾ പ്രതീക്ഷിച്ചതാണെന്ന രീതിയിലായിരുന്നു ആ ചിരി. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ ഗവർണർ പോര് അവസാനിച്ചിട്ടില്ല എന്നത് വീണ്ടും വ്യക്തമാകുകയാണ്. നയപ്രഖ്യാപനത്തിനായി ഗവർണർ നിയമസഭയിലെത്തിയപ്പോൾ സ്പീക്കർ AN ഷംസീർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ചേർന്നാണ് നിറഞ്ഞ പുഞ്ചിരിയോടെ ഗവർണറെ സ്വീകരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ പോലും ഗവർണർ തയ്യാറായില്ല എന്നതാണ് വാസ്തവം. വെറും കടമ നിർവഹിക്കൽ രീതി മാത്രമായിരുന്നു ഇന്ന് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ നയപ്രഖ്യാപന രീതി നിയമസഭ തുടങ്ങും മുമ്പ് തന്നെ നിയമസഭയിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നു. എന്റെ സർക്കാർ എന്ന് പോലും പറയാൻ ഗവർണർ തയ്യാറാകാതിരുന്നതിനെതിരെ തങ്ങൾ പ്രതികരിക്കുമെന്ന് ചില CPM നേതാക്കൾ ഇതിനു പിന്നാലെ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും ഒരു അസ്വാഭാവിക നയപ്രഖ്യാപനത്തിലൂടെ കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജനുവരി 29, 30, 31 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ശേഷം ഫെബ്രുവരി 5-ന് പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം നടക്കും. മാർച്ച് 27 വരെ ആകെ 32 ദിവസമാണ് സമ്മേളനം നടത്തുക. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായാൽ നേരത്തെ പിരിയാനും സാധ്യതയുണ്ട്. 2024-ലെ കേരള സംസ്ഥാന ചരക്കു സേവന നികുതി ബിൽ, 2024-ലെ കേരള മുനിസിപ്പാലിറ്റി ബിൽ, 2024-ലെ കേരള പഞ്ചായത്തി രാജ് ബിൽ എന്നിവയാണ് സമ്മേളന കാലത്ത് പരിഗണിക്കാൻ ഇടയുള്ള പ്രധാനപ്പെട്ട ബില്ലുകൾ.